ഇറാൻ അമേരിക്ക വെടിനിർത്തൽ കരാർ പരാജയപ്പെട്ടതോടെ ഹോർമൂസ് കടലിടുക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം ആരംഭിച്ചു. ചർച്ചയിൽ ട്രംപിന്റെ നിർദ്ദേശങ്ങൾ തള്ളിയ ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് അമേരിക്കൻ ശ്രമം. ഹോർമൂസിലെ അമേരിക്കയുടെ ഉപരോധത്തിനെതിരെ ഇറാന് തലസ്ഥാനമായ ടെഹ്റാനിൽ ആയിരങ്ങളുടെ പ്രതിഷേധ റാലി നടന്നു. അമേരിക്കയുടെ ഉപരോധം ലംഘിച്ച ചൈനയുടെ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു. ഇറാനുമായി തങ്ങൾക്ക് വ്യാപാര കരാറുകളുണ്ടെന്നും ഇനിയും കപ്പലുകൾ ഹോർമൂസ് വഴി കടക്കുമെന്നും ചൈന വ്യക്തമാക്കി. ഇതിനിടെ ലിയോ 14 മാർപ്പാപ്പയ്ക്കെതിരായ വിമർശനങ്ങളും ട്രംപ് കടുപ്പിച്ചു. ഇറാനെതിരായ യുദ്ധത്തെ മാർപ്പാപ്പ എതിർക്കുന്നത് തെറ്റാണെന്നും അദ്ദേഹം കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്തയാളാണെന്നും ട്രംപിന്റെ നിലപാട്. ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. 40 മിനിറ്റ് നീണ്ട സംഭാഷണത്തിൽ പശ്ചിമേഷ്യൻ സംഘർഷവും വ്യാപാര കരാറും ചർച്ചയായി. പീപ്പിൾ ഓഫ് ഇന്ത്യ ലവ് യു എന്നും മോദി ട്രംപിനോട് പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലെ അമേരിക്കൻ ഉപരോധത്തെ മറികടക്കാൻ ഇറാന് സാധിക്കുമോ? പശ്ചിമേഷ്യയിൽ സമാധാനം പുലരാൻ ഇനിയും എത്ര നാൾ കാത്തിരിക്കണം? കാണാം RDX റാപ്പ്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന ഇറാൻ അമേരിക്ക വെടിനിർത്തൽ കരാർ പരാജയപ്പെട്ടതോടെയാണ് ഹോർമൂസ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. വെടിനിർത്തൽ ചർച്ചയിൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ നിരസിച്ച ഇറാനെ ഇതുവഴി സമ്മർദ്ദത്തിലാക്കാമെന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ. ഇറാൻ തുറമുഖങ്ങളിലേക്കും തിരിച്ചുമുള്ള ചരക്ക് നീക്കം പൂർണ്ണമായും തടയുമെന്നാണ് അമേരിക്കയുടെ ഭീഷണി. ട്രംപിന്റെ നീക്കത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് ഇറാൻ പ്രതികരിച്ചത്. ഇറാൻ കപ്പലുകൾ തടഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്ക് നീക്കം അനുവദിക്കില്ലെന്ന് IRGC മുന്നറിയിപ്പ് നൽകി. അതേസമയം ചൈനയുടെ കപ്പലുകൾ US ഉപരോധം ലംഘിച്ച് ഹോർമൂസ് കടലിടുക്ക് കടന്നു. അമേരിക്കയുടേത് അപകടകരമായ നടപടിയാണെന്ന് ചൈന കുറ്റപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം ഇറാനുമായുള്ള വ്യാപാര ഊർജ്ജ കരാറുകൾ ചൈന തുടരുമെന്നും തങ്ങളുടെ കപ്പലുകൾ ഇനിയും ഹോർമൂസിലൂടെ യാത്ര ചെയ്യുമെന്നും ചൈനീസ് പ്രതിരോധ മന്ത്രി അഡ്മിറൽ ഡോങ് ജൂൻ പറഞ്ഞു. ചൈനയ്ക്ക് പുറമെ നാറ്റോ സഖ്യകക്ഷികളും ഹോർമൂസ് ഉപരോധത്തിൽ ട്രംപിനൊപ്പം പങ്കുചേരില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം യുദ്ധത്തിനെതിരെ നിലപാടെടുത്ത പോപ്പിനെ അധിക്ഷേപിച്ച ട്രംപിന്റെ നടപടിക്കെതിരെ ലോകവ്യാപകമായി പ്രതിഷേധം ശക്തമാവുകയാണ്. RDX റാപ്പ് ന്യൂസ് മലയാളം. ചില ഡേറ്റകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇറാൻ തുറമുഖങ്ങളെയും തീരപ്രദേശങ്ങളെയും ലക്ഷ്യമിട്ട ശക്തമായ നാവിക ഉപരോധം ഏർപ്പെടുത്തി US. ഉപരോധം പ്രാബല്യത്തിൽ നിന്നും എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾ തടയുമെന്നും ട്രംപ്. ഹോർമൂസ് ഉപരോധിക്കുന്ന US നീക്കത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. അമേരിക്കയുടെ നടപടി അപകടകരമെന്ന് ചൈനയുടെ മുന്നറിയിപ്പ്. US ഉപരോധം ലംഘിച്ച ചൈനീസ് കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടക്കുന്നു. തീരുവ വർദ്ധിപ്പിക്കുമെന്ന അമേരിക്കയുടെ ഭീഷണിക്കെതിരെ തിരിച്ചടിക്കുമെന്നും ചൈനയുടെ മുന്നറിയിപ്പും വന്നിരിക്കുന്നു. ഹോർമൂസ് തുറക്കാൻ ബ്രിട്ടനും ഫ്രാൻസും ഇടപെടുമെന്നാണ് റിപ്പോർട്ട്. US ഇറാൻ രണ്ടാം ചർച്ച വ്യാഴാഴ്ച വീണ്ടും നടന്നേക്കുമെന്നും നിലവിൽ റിപ്പോർട്ടുകളുണ്ട്. പോപ്പിനെ അധിക്ഷേപിച്ച ട്രംപിന്റെ നടപടി അംഗീകരിക്കാനാകില്ലെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി ഇന്ന് പ്രതികരിച്ചു. യുദ്ധത്തെ അപലപിക്കാനും സമാധാനത്തിന് ആഹ്വാനം ചെയ്യാനും മാർപ്പാപ്പയ്ക്ക് അവകാശമുണ്ടെന്നും ഇറ്റലി പറയുന്നു. പോപ്പിനെ അധിക്ഷേപിച്ച ട്രംപിനെതിരെ പ്രതിഷേധവും നിലവിൽ ശക്തമാണ്. ട്രംപിനെ ഭയക്കുന്നില്ലെന്നും യുദ്ധത്തിനെതിരായ നിലപാട് തുടരുമെന്നും പോപ്പ് ലിയോയും പറഞ്ഞു. ട്രംപ് സ്വയം യേശുവായി ചിത്രീകരിച്ച് ട്രൂത്ത് സോഷ്യലിൽ AI ചിത്രം പങ്കുവച്ചിരുന്നു. ഇതിന് വിമർശനം ശക്തമായതോടെ മണിക്കൂറുകൾക്ക് ശേഷം ചിത്രം നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. സംഘർഷങ്ങൾക്കിടെ ഇസ്രായേൽ ലെബനൻ ചർച്ച ഇന്ന് രാത്രി നടക്കും. അമേരിക്കയിലെ ഇസ്രായേൽ ലെബനൻ അംബാസിഡർമാർ തമ്മിലാണ് ചർച്ച. വെടിനിർത്തലാണ് ചർച്ചയിലെ തങ്ങളുടെ പ്രധാന ആവശ്യമെന്ന് ലെബനൻ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. ലെബനിലേക്ക് ഇന്നും ഇസ്രായേൽ ആക്രമണം ഉണ്ടായിരുന്നു. 24 മണിക്കൂറിനിടെ 35 പേരാണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ലെബനനിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 2089 പേരെന്നാണ് ലെബനൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ. തെക്കൻ ലെബനനിൽ നിലയുറപ്പിച്ച ഇസ്രായേൽ സൈന്യം ഇപ്പോഴും ആക്രമണം തുടരുകയുമാണ്. സനീഷ, ഇത് വലിയ സങ്കീർണമാവുകയാണ് കാര്യങ്ങൾ. രണ്ടാം ചർച്ച വ്യാഴാഴ്ച ഉണ്ട് എന്നാണ് പറയുന്നത്. ആദ്യ ചർച്ച സ്വാഭാവികമായും നമ്മളെല്ലാവരും ഉറ്റുനോക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ അത് രണ്ട് പക്ഷത്തും ഒന്നും പ്രത്യേകിച്ച് സമാധാനം എന്ന് പുലരും എന്നുപോലും അറിയാത്ത വിധം അത് അലസിപ്പിരിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോഴും തോന്നുന്നു ഇക്കാര്യത്തിൽ ആര് വഴങ്ങും, അല്ലെങ്കിൽ ആരതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ, അല്ലെങ്കിൽ തോൽവി അംഗീകരിക്കുമോ, എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അറിയില്ല. അല്ലെങ്കിൽ ഉപാധികൾ പരസ്പരം അംഗീകരിക്കുകയാണോ ചെയ്യേണ്ടത് എന്ന് അറിയില്ല. പക്ഷേ സമാധാനമാണ് എല്ലാ ലോകരാജ്യങ്ങളും ആഗ്രഹിക്കുന്നത്. നിലവിൽ അമേരിക്കയും ഇസ്രായേലും ഒഴികെ എന്നാണ് എനിക്കിതിൽ തോന്നുന്നത്. എന്താണ് താങ്കൾക്ക്? ശരിയാണ്. അതായത് ശ്യാമിലി ഇപ്പോൾ പറഞ്ഞതുപോലെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ആർക്കും മനസ്സിലാകാത്തൊരു സാഹചര്യമാണ്. പൊതുവിൽ ലോകത്തെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾക്കെല്ലാം ആ ആശയക്കുഴപ്പമുള്ള സാഹചര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ദിവസം രാത്രി നമ്മളിതുപോലെ RDX ചർച്ച ചെയ്ത് തിരിച്ചു പോകുമ്പോൾ
നാളെ രാവിലെ വരുമ്പോൾ ഉണ്ടാകാവുന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്, ഇറാൻ എന്ന നാഗരികതയെ തന്നെയും ഞാൻ അപ്പാടെ നശിപ്പിച്ചു കളയും എന്ന് ട്രംപ് പറഞ്ഞ വാക്കിൻ്റെ മുകളിലാണ് നമ്മളെല്ലാം ലോകം ഉറങ്ങാൻ പോയത്. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്ക് ഇറാന് മേൽ വലിയ ആക്രമണം ഉണ്ടാകും എന്ന് നമ്മൾ ഭയന്നിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. അയാൾ ഒന്ന് വഴങ്ങി ചർച്ചയുടെ ടേബിളിലേക്ക് കാര്യങ്ങളെത്തി. പക്ഷേ ചർച്ചയിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. രണ്ടാം ഘട്ട ചർച്ച നടക്കുകയാണ്. പക്ഷേ നമ്മളിപ്പോൾ പൊതുവിൽ നോക്കുമ്പോൾ കാണുന്നൊരു കാര്യം, ഈ അമേരിക്കൻ പ്രസിഡന്റ് എന്ന വമ്പൻ അധികാര പദവിയിലിരിക്കുന്ന ട്രംപ് ദുർബലനാവുകയും ഒറ്റപ്പെടുകയുമാണ് എന്ന തോന്നൽ നമ്മളെപ്പോലുള്ള ചില ആളുകൾക്കെങ്കിലും വരുന്നൊരു സാഹചര്യം ഇപ്പോൾ അവിടെ ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം ലോകത്തെ മറ്റൊരു വലിയ അധികാര പദവിയായുള്ള പോപ്പ് മാർപ്പാപ്പ വന്ന് ഇതിനെ എതിർക്കുന്ന ഒരു നില ഉണ്ടായി. അതായത് അമേരിക്കൻ പ്രസിഡന്റ് എന്ന അധികാര പദവിയോളം ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ മറ്റൊരു ആംഗിൾ നോക്കിയാൽ അതിനേക്കാൾ കൂടുതൽ വലിയ അധികാര പദവിയായിട്ടുള്ള പോപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഈ എതിർപ്പ് ലോകത്തിനാകെ തന്നെ വലിയ ആശ്വാസം നൽകുന്നതായി മാറിയല്ലോ. നമ്മളിപ്പോൾ കാണുന്നത് ഈ പറയുന്ന ഹോർമുസിലെ അടക്കമുണ്ടാകുന്ന ഈ തടസ്സം എന്നുള്ളത് നമ്മുടെ ജനറേഷനൊന്നും കണ്ടിട്ടേ ഇല്ലാത്ത വിധത്തിലുള്ള വലിയ ഒരു സംഘർഷാവസ്ഥയായിട്ട് അല്ലെങ്കിൽ വല്ലാത്തൊരു സാഹചര്യമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം പ്രത്യേകം പറയേണ്ടതില്ല. നമ്മുടെ ഹോട്ടലുകളിൽ അടച്ചു, നമ്മുടെ അടുക്കള തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ട് നമ്മളൊരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾക്ക് നേരെ ബോംബൊന്നും വന്ന് വീഴാത്ത, നേർക്കുനേർ യുദ്ധമൊന്നും നടക്കാത്ത സ്ഥലത്തായിട്ട് പോലും വല്ലാത്ത തോതിൽ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമായിട്ടുണ്ട്. ഇന്ധന നീക്കത്തിന് 20% നടക്കുന്ന ഹോർമുസ് ഇങ്ങനെ പ്രശ്നത്തിലായിരിക്കുകയാണ്. ഇന്ധന നീക്കം ഇപ്പോൾ നമ്മുടെ അടുക്കളയെ ഉണ്ടെങ്കിൽ അതേക്കാൾ വലിയ രൂക്ഷമായിട്ടുള്ള കാര്യങ്ങൾ തലമുറകളോളം വരും എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ ലേഖനങ്ങളിലൊക്കെ നമ്മൾ കണ്ട കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഹോർമുസ് വഴിയാണ് ഈ വളം നിർമ്മാണത്തിൻ്റെ അസംസ്കൃത വസ്തുക്കൾ കടന്നു പോകേണ്ടത് പ്രധാനപ്പെട്ട കാർഷിക രാജ്യങ്ങളിലേക്കൊക്കെ. അതെല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അപ്പം തലമുറകളോളം നമ്മുടെ കാർഷിക സാഹചര്യത്തെയും ഈ ഭക്ഷ്യോൽപാദനത്തെയും തടസ്സപ്പെടുത്തുകയും അതുവഴി ഇനി അങ്ങോട്ട് ദീർഘകാലത്തേക്ക്, ഇതിപ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ പോലും ദീർഘകാലത്തേക്ക് ഈ തരം ഭക്ഷ്യോൽപാദന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാവുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകുന്ന വലിയൊരു സംഭവമായിട്ട് ഇത് മാറി എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ എന്നിട്ടും ഇയാളിത് കുഴപ്പം പരിഹരിക്കാതെ ഇയാൾ പോയിട്ട് ഹോർമൂസ് തടസ്സപ്പെടുത്തുമെന്ന് പറഞ്ഞ് തടസ്സം വെച്ചിരിക്കുകയാണ്. പക്ഷേ അവിടെ ട്രംപ് പരാജയപ്പെടുന്ന നമ്മളെങ്ങനെയാണ് കാണുന്നത്? ചൈനയുടെ കപ്പലുകൾ അതിനകത്തൂടെ കൂളായിട്ട് അങ്ങ് പോവുകയാണ്. ചൈന ഒരു തരത്തിലും വഴങ്ങുക എന്നതുണ്ടാകില്ല എന്ന് ചൈന വ്യക്തമായിട്ട് ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്തുകൂടെ തന്നെ അങ്ങ് പോരുകയാണ്. അവരുടെ വാഹനങ്ങൾ, അവരുടെ യാനങ്ങളെ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ഏത് നിലയിലേക്ക് ഈ കാര്യങ്ങൾ എസ്കലേറ്റ് ചെയ്യപ്പെടും പോലും എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്തൂടെ ഇങ്ങ് പോരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കെയർ സ്റ്റാമർ അടക്കമുള്ള മറ്റ് ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ചും ഈ ക്രിസ്ത്യാനിറ്റി പ്രധാനപ്പെട്ട മതമായിരിക്കുന്ന രാജ്യങ്ങളിലെ ആളുകൾ ട്രംപിനെതിരെ പോപ്പിന് വേണ്ടി സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. ചൈന ഈ കാര്യത്തോട് ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്ന് കുറച്ചുകൂടെ ശബ്ദം കർക്കശമാക്കുന്ന നില നമ്മൾ കാണുന്നു. അപ്പോൾ അതിനകത്ത് ആ നിലക്ക് ട്രംപ് ദുർബലനാകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം. പലയിടങ്ങളിലായിട്ട് വായിച്ച് മനസ്സിലാകുന്നത് ഇത് സ്വാഭാവികമായിട്ടും സാധാരണമായിട്ടും ഇങ്ങനെ തന്നെയാണ് വരിക. കാരണം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രം എന്നത് നമുക്കറിയാമല്ലോ. രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രം എന്നത് വ്യക്തികളുടെ ഈഗോയ്ക്ക് മേലോ അവരുടെ അറിവില്ലായ്മയ്ക്ക് മേലോ മാത്രമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരാളുടെ വിവരക്കെടുപ്പ്, വിവരം കെട്ടൊരു രാഷ്ട്രാധിപതി തെരഞ്ഞെടുപ്പിലൂടെ വന്നിട്ട് രാഷ്ട്രത്തിൻ്റെ തലപ്പത്ത് വന്നിരുന്നത് കൊണ്ട് ആ രാഷ്ട്രത്തിൻ്റെ നയതന്ത്രങ്ങളാകെ വിവരം കെട്ടതായി മാറാറില്ല സാധാരണഗതിയിൽ. ഇപ്പോഴും അങ്ങനെ മാറിയിട്ടില്ല എന്ന് നമ്മൾ കാണേണ്ടി വരും. കാരണം വ്യക്തിയുടെ ഈഗോയോ അയാളുടെ വിവരക്കേടോ അയാളുടെ അഹങ്കാരമോ അല്ല ഈ പൊതു സംവിധാനത്തെ ആകെ തന്നെ നിർണ്ണയിക്കുക. കാരണം അത് പതിറ്റാണ്ടുകളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഓരോ രാജ്യത്തിൻ്റെയും ഈ സംവിധാനങ്ങളാകെ ഉരുത്തിരിഞ്ഞുണ്ടാക്കിയിട്ടുള്ള ചില സംഗതികൾക്ക് മേലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുക. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ വിവരക്കേട് വല്ലാത്ത തോതിൽ അതിനെ നിയന്ത്രിക്കുന്ന സാഹചര്യം സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. ഇപ്പോഴും അത് സമ്പൂർണ്ണമായിട്ടുണ്ടായി എന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ട്രംപ് എന്ന് പറയുന്ന ഈ മട്ടിലുള്ളൊരു ചങ്ങാതി വന്നിരുന്നത് കൊണ്ടുണ്ടാകാവുന്ന ദോഷങ്ങൾ ലോകത്തിന് ഇതിനകം തന്നെ വല്ലാത്ത തോതിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഗാസയിൽ ഇത്രമാത്രം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടതിൻ്റെ സാഹചര്യം അതാണ്. അപ്പോഴാണ് നമ്മൾ ഈ വയസ്സായിട്ടുള്ള അറിവുള്ള മനുഷ്യത്വമുള്ള ഒരു ശബ്ദം ഉയർന്നു കേൾക്കുന്നത് പോപ്പിൻ്റെ ഭാഗത്ത് നിന്ന്. എന്താണ് മതങ്ങൾക്ക് ലോകരാജ്യങ്ങളിൽ അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തിൽ കാര്യം എന്ന് ചോദിക്കുന്ന ആളുകൾ, മതവിരോധികളായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ നമ്മുടെ ലോകത്തെമ്പാടുമുണ്ട്. മതം കാര്യമുള്ള കാര്യമല്ല എന്ന് പറയുന്ന, മതം എന്ന സംവിധാനത്തെ ആകെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കാണുകയാണ് വലിയൊരു സംഘർഷം വരുമ്പോൾ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനങ്ങളാകെ ഏതോ നിലക്ക് അന്തം വിട്ട് നിന്നും തോക്കുമ്പോൾ മനുഷ്യത്വത്തിന് വേണ്ടിയിട്ട് ഉയരുന്ന ശബ്ദം, അതും മതാതീതമായിട്ട് മനുഷ്യത്വത്തിന് വേണ്ടി ഉയരുന്ന ശബ്ദം ഒരു മത പുരോഹിതൻ്റെ ഭാഗത്ത് നിന്നാണ്, അല്ലെങ്കിൽ മതത്തിൻ്റെ തലപ്പത്ത് ആത്മീയ ഉന്നതിയിലുള്ള ഒരാളുടെ ഭാഗത്ത് നിന്നാണ്. അത് വലിയ സന്തോഷകരമായിട്ടും ആശ്വാസകരമായിട്ടും നമ്മുടെ ഈ മതം എന്ന സംവിധാനത്തെ ആകെ തന്നെ നോക്കി കാണേണ്ടുന്നതിൻ്റെ, പോസിറ്റീവായിട്ട് നോക്കി കാണേണ്ടുന്നതിൻ്റെ ഒരു തെളിവായിട്ടുമാണ് ഞാനതിനെ കാണുന്നത്. പോപ്പ് പറയുന്നതാണ്. പോപ്പിനെ എതിർക്കുന്ന ആളുകൾ നമ്മുടെ സോഷ്യൽ മീഡിയ പോലും ഉണ്ട്. അതായത് പിന്നെ പോപ്പിനെ ചീത്ത വിളിക്കുന്ന ട്രംപിനെയും PC ജോർജിനെയും പോലുള്ള നേതാക്കളെ ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള ആളുകളുണ്ട്. പോപ്പിനെ PC ജോർജ് ചീത്ത വിളിച്ചു എന്നല്ല, സഭയെ സമീപദേശം ചീത്ത വിളിച്ചതുമായി ബന്ധപ്പെട്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ സ്വാഭാവികമായിട്ട് എല്ലാ നാട്ടിലും ഉണ്ടാകും. പക്ഷേ പോപ്പ് വന്ന് പറഞ്ഞു, ഈ അസംബന്ധമാണ് ഈ യുദ്ധം, അസംബന്ധത്തിനെതിരെ മനുഷ്യത്വത്തിൻ്റെ ശബ്ദം ഉയരണം എന്ന് പോപ്പ് ലിയോ 14 പറഞ്ഞു.
അദ്ദേഹത്തോട് ആവർത്തിച്ച് അദ്ദേഹത്തെ നിങ്ങൾ രാഷ്ട്രീയക്കാരനാണ്, രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് ട്രംപ് പരിഹസിക്കുമ്പോഴും നിങ്ങൾ ഇടത് രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ് എന്ന് ഈ പോപ്പ് എന്ന മഹോന്നതമായ പദവിയെ മറ്റേതെങ്കിലും പ്രസിഡന്റുമാർ പറഞ്ഞതിനേക്കാൾ അപ്പുറത്ത് അതിര് കടന്നിട്ട് ട്രംപ് പറഞ്ഞപ്പോഴും അദ്ദേഹം കുലുങ്ങിയേയില്ല. അദ്ദേഹം അവിടെ നിന്നു. അതായത് അദ്ദേഹത്തിൻ്റെ നിലപാട് ഇത് രാഷ്ട്രീയമല്ല, ഇത് മതത്തിൻ്റെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പദവി എൻ്റെ മേൽ അർപ്പിക്കുന്ന ധാർമ്മികതയുടെ ശബ്ദമാണ് ഞാൻ ഉയർത്തുന്നതെന്നാണ്. ഉറപ്പല്ലേ അത്? അതായത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, സമാധാനം എന്നതിൻ്റെ പ്രവാചകനായിരിക്കുക യേശു. അങ്ങനെ സമാധാനവും അഹിംസയും ഇതര മനുഷ്യരോടുള്ള കരുതലുമൊക്കെ പ്രധാനപ്പെട്ട മൂല്യമായിരിക്കുന്ന ഒരു മതത്തിൻ്റെ ആത്മീയ പൗരോഹിത്യത്തിൻ്റെ ഔന്നത്യത്തിലുള്ള ഒരാൾ ഏത് നിലക്ക് അവൻ്റെ നിലപാടെടുക്കുക? ഇത്തരമൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കൊല്ലപ്പെടുന്നത് ഇസ്ലാം ആയിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ്. ഇറാനിൽ ഷിയ മുസ്ലിങ്ങളാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളിത് ജീസസ് ക്രൈസ്റ്റിൻ്റെ പേരിലുള്ള യുദ്ധമാണ് നടന്നതെന്ന് ഈ പീറ്റർ ഹെക്സത്ത് പറഞ്ഞു. ഇയാളുടെ ഡിഫൻസ് സെക്രട്ടറി പീറ്റർ ഹെക്സത്ത് പറഞ്ഞത് ജീസസിന് വേണ്ടിയുള്ള യുദ്ധമാണ് നടന്നതെന്നാണ്. അപ്പോൾ അതിനെ റിലീജിയസ് ആക്കണ്ട, നിങ്ങൾ മതപരമാക്കിയിട്ട് ഇതിനെ ഒരു ലെജിറ്റിമൈസ് ചെയ്യേണ്ട എന്ന നിലപാട് പറയാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഏറ്റവും ഉന്നതനായിട്ടുള്ള ആൾ വന്നിട്ട് പറഞ്ഞു ഇത് പാടില്ല എന്നും. എന്നിട്ടും പക്ഷേ വഴങ്ങുന്ന ട്രംപിനെയല്ല നമ്മൾ കാണുന്നത്. വഴങ്ങുന്നില്ല ട്രംപ് അപ്പോഴും അയാൾ പിടിച്ച മുയലിന് 15 കൊമ്പ് എന്ന മട്ടിൽ നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ കാണുമ്പോൾ ദൂരെ നിന്ന് കാര്യങ്ങൾ നോക്കുമ്പോൾ, നമ്മുടെ ചെറിയ പരിമിതമായ അറിവ് വെച്ച് കാര്യങ്ങൾ നോക്കുമ്പോൾ അയാൾ പതുക്കെ ദുർബലമാവുകയാണ്, അയാൾ പതുക്കെ ഒറ്റപ്പെടുകയാണ്. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന മട്ടിൽ ഹോർമസിലൂടെ നീങ്ങുന്ന കപ്പലുകളാണെങ്കിലും ഞങ്ങളുടെ രീതിയിലാണ് കാര്യങ്ങൾ പോവുക, നിങ്ങൾ തെറ്റായിട്ട് രീതിയിലാണ് നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്ന അവരുടെ നിലപാടെടുക്കലാണെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ഇതല്ലാത്ത മറ്റൊരു വലിയ അതിന് നേരെ ഓപ്പോസിറ്റ് എന്ന് പറയാവുന്ന ഈ ക്രൈസ്തവ സഭയുടെ തലപ്പത്ത് നിന്ന് പോപ്പിൻ്റെ ശബ്ദമായിട്ട് വരുന്നതാണെങ്കിലും അതിനകത്ത് മറ്റ് ക്രൈസ്തവ രാജ്യങ്ങളെന്നൊക്കെ വിളിക്കാവുന്ന രാജ്യങ്ങളുടെ തലപ്പത്തുള്ള ആളുകൾ പറയുന്നതാണെങ്കിലും ഒക്കെ നോക്കുമ്പോൾ നമ്മൾ പതുക്കെ കുറേ കാലമായിട്ട് തുടരുന്ന ഈ സംഘർഷ യുദ്ധ സാഹചര്യങ്ങളിൽ സമാധാനത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും പക്ഷത്തേക്ക് ആളുകൾ പതുക്കെ വരുന്നു. ഈ വിവരം കെട്ട ട്രംപും മറ്റേ കഠിനമായ ദുഷ്ട നിലപാടുകളുള്ള ഈ നെതന്യാഹുവും ചേർന്നുള്ള ഈ കൂട്ടുകെട്ടിനെതിരെ പതുക്കെ ഒരു ബ്ലോക്ക് ശക്തിപ്പെട്ട് വരുന്നു എന്ന പ്രതീക്ഷ നൽകുന്നതാണ് ഈ കാര്യങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇത് വെച്ചിട്ട് വീണ്ടും വലിയ യുദ്ധങ്ങളിലേക്ക് പോകാനൊന്നും ഈ ട്രംപിന് സാധിക്കില്ല എന്നാണ് ഒരു പോസിറ്റീവായിട്ട് ഞാൻ വിചാരിക്കുന്നത്. കാരണം അയാളുടെ നാട്ടിൽ തന്നെ അയാൾക്കെതിരെ വലിയ എതിർപ്പാണ്. അയാളുടെ കൂടെയുള്ള സൈനിക തലപ്പത്തുള്ള ആളുകൾ തന്നെയും അയാൾ പറയുന്ന മുഴുവനായിട്ട് കേൾക്കില്ല, അവർ പലരും വിട്ടടിച്ച് പോവുകയാണ്. നമ്മൾ അറിയില്ലാത്ത പല ഇടയിളക്കങ്ങളും അയാളുടെ സംഘത്തിനകത്ത് ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് പോപ്പ് പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. അത് അദ്ദേഹം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലോ മറ്റോ എഴുതി. അദ്ദേഹം പോപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന പോപ്പിൻ്റെ ഐഡിയിൽ നിന്നോ മറ്റോ വന്ന ഒരു എഴുത്ത് ഇങ്ങനെയായിരുന്നു: ഒരു സംഘർഷത്തെയും ദൈവം ആശീർവദിക്കില്ല, ഒരു യുദ്ധത്തിനും ദൈവത്തിൻ്റെ ആശീർവാദം കിട്ടില്ല എന്ന വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതായത് യുദ്ധം, ഇപ്പോൾ യുക്രൈനിൽ യുദ്ധം നടക്കുകയാണ്, ഗാസയിലെ കുഞ്ഞുങ്ങളെ മുഴുവനായിട്ട് ഇല്ലാതാക്കി, കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെയും ഇറാനിലൊരു യുദ്ധത്തിലേക്ക് പോവുകയാണ്, അത് ക്യൂബക്കെതിരെ നീട്ടുമെന്ന് പറയുകയാണ്. അപ്പോൾ യുദ്ധം സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധം സംഘർഷ സാഹചര്യം ഇങ്ങനെ വല്ലാത്ത തോതിൽ ലോകത്തിന് മുകളിൽ ഒരു കരിമ്പുക പോലെ പടരുമ്പോൾ മതം എന്നത് അല്ലെങ്കിൽ ദൈവ എന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന ആ അതീന്ദ്രിയ ശക്തിയും മറ്റുമായിട്ടുള്ള സംഗതികളുണ്ടല്ലോ, ഈ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ മനുഷ്യത്വത്തോടെയുള്ളൊരു നിലപാട് പ്രഖ്യാപനം നമ്മൾ കാണുന്നു. അത് നമുക്ക് മനുഷ്യൻ്റെ മുന്നോട്ട് പോക്കിൽ നമുക്ക് വലിയ ശുഭാപ്തി വിശ്വാസം നൽകുന്നതാണ്. ട്രംപ് ഒറ്റപ്പെടുകയും ട്രംപ് ഈ ധാർമ്മികതയ്ക്ക് മുന്നിൽ ഈ അധാർമികമായിട്ടുള്ള ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ഈ പോരാട്ട സംഗതി തോറ്റുപോവുകയും ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ അവർക്ക് സാധിക്കുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വെച്ച് ഇറാനെ വീണ്ടും യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ, ഇറാനെതിരെ അടിക്കാനായിട്ട് ഇവർക്ക് സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ അടിക്കുകയാണെങ്കിലും ഇറാന് ഇതുവരെ മുന്നിട്ട് നിൽക്കുന്ന ഇറാൻ വിജയിച്ചു നിൽക്കുന്നു എന്നാണ് ധാർമ്മികമായിട്ട് നമുക്ക് തോന്നുക. അപ്പുറത്ത് ഒരുപാട് ആളുകൾ അവരെ കൊല്ലപ്പെട്ടു, അവരുടെ ഏറ്റവും പരമോന്നത ആത്മീയാചാരനടക്കമുള്ള ആൾ കൊല്ലപ്പെട്ടു. പക്ഷേ എങ്കിലും അവർക്ക് ക്ഷീണമുണ്ടായിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നതിൻ്റെ കാരണം അവരുടെ ഭാഗത്താണ് ഇതിലെ ധാർമ്മികമായ ശരി എന്നൊരു തോന്നൽ പൊതുവിൽ മനുഷ്യലോകത്തിൻ്റെ ഉള്ളിൽ ആകെയുള്ളത് ഉണ്ട് എന്നതുകൊണ്ടാണ്. എന്നാൽ ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും കാര്യത്തിലല്ല, അധാർമികതയുടെ ഏറ്റവും അഗ്രസീവായിട്ടുള്ള അറ്റത്തിലാണ് അവർ നിൽക്കുന്നത് എന്നത് ഇപ്പോൾ പോപ്പിൻ്റെ ഇടപെടൽ കൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്നു. ലോകം സ്വാഭാവികമായിട്ടും പോപ്പു അല്ലെങ്കിൽ ചൈനയും ഒക്കെ എടുക്കുന്ന നിലപാടിനൊപ്പം പതുക്കെ ചേർന്ന് നിൽക്കാനും ഇവർ ഒറ്റപ്പെടാനും ദുർബലമാകാനുമാണ് സാധ്യത. അത് ലോകത്തിന് കുറെ കൂടെ വെളിച്ചം ഉള്ള ഒരു ദിവസങ്ങൾ നൽകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. തനിഷ് പറഞ്ഞതിൽ ഒരു പോയിൻ്റാണ് ഞാനും ഈ ദൂരെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അത് അമേരിക്ക ഇക്കാര്യത്തിൽ ദുർബലമാകുന്നു, അവർ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വ്യാപകമായി ഇൻ്റർനെറ്റിൽ പ്രചരിക്കുന്ന ഒരു ദി ഇക്കണോമിസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു കവർ പേജ് വന്നിട്ടുണ്ട്. അതിൽ ഷീ ജിൻപിങ്ങിന് ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു പടവും അതിനു മുമ്പിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ഫോക്കസ് ഔട്ടായിട്ടുള്ളൊരു പടവുമുണ്ട്. അതിനുശേഷം ഇങ്ങനെ ഡൊണാൾഡ് ട്രംപിനെ നോക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തോട്ടായിട്ട് ഇവർ എഴുതിയിരിക്കുന്നൊരു വാചകം: നെവർ ഇൻറ്ററപ്റ്റ് യുവർ എനിമി വെൻ ഹീ ഈസ് മേക്കിംഗ് എ മിസ്റ്റേക്ക്.
എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ശത്രു ഒരു തെറ്റ് അബദ്ധം ചെയ്യുമ്പോൾ അതിൻ്റെ ചെയ്യുമ്പോൾ ഇടപെടേണ്ടതാണ്. അതിൽ ഇടപെടണ്ട, അത് മിണ്ടാതിരുന്നത് നോക്കിക്കാണുക. ആ പതനമോ അല്ലെങ്കിൽ അവരുടെ തോൽവിയോ സംഭവിക്കട്ടെ എന്ന പോലെയാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ട്രംപിൻ്റെ ഒരവസ്ഥ നിലവിൽ അങ്ങനെയാണെന്ന് നമുക്ക് തോന്നുന്നില്ലേ? അദ്ദേഹം തുടങ്ങിയെടുത്തല്ലോ നിലവിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് അവരാദ്യം ആക്രമിക്കുമ്പോൾ അതായത് ഇറാനെ പൂർണ്ണമായും അവിടുത്തെ ഭരണകൂടത്തെ അടിച്ചമർത്തി താഴെ ഇറക്കി അവരുടെ ഭരണം അമേരിക്ക ആഗ്രഹിക്കുന്നവരെ പോലെ നടത്തുമെന്നുള്ളതായിരുന്നല്ലോ അവരുടെ പ്രഖ്യാപനം. അവിടുത്തെ ഭരണമാറ്റം അതാണല്ലോ അവരാദ്യം തന്നെ എയിം ചെയ്തൊരു കാര്യം. എന്നിട്ട് പിന്നീട് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടപ്പോൾ അവിടുത്തെ ഭരണകൂടം പൂർണ്ണമായും ഇല്ലാതാക്കി എന്ന് അവകാശപ്പെട്ടു. നിലവിൽ ഇവർ ആദ്യഘട്ട ഒരു സമാധാന ചർച്ചയ്ക്ക് ഇസ്ലാമാബാദിലിരുന്നു. ഈ ഇല്ലാതാക്കി എന്ന് അവകാശപ്പെട്ട അവിടുത്തെ ആയത്തുള്ളയായി താൻ സ്ഥാനമേൽക്കുമോ എന്ന് തന്നെ ക്ഷണിച്ചു എന്ന് അവകാശപ്പെട്ട ഈ ട്രംപ് ഇല്ലാതാക്കി എന്ന് പറഞ്ഞ ഒരു ഭരണകൂടവുമായി അവിടെ ചർച്ചയ്ക്കിരിക്കുകയാണ്. സത്യത്തിൽ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ നയപരമായി ആരാണ് ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നത്? അത് അമേരിക്കയല്ലേ? ഈ നിലവിൽ ചിത്രത്തിൽ ഇസ്രായേൽ ഇല്ല, അവരവിടെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രോമിനൻ്റ് ആയിട്ട് അമേരിക്കയും ഇറാൻ മാത്രമേ നിലവിലുള്ളൂ. നയപരമായി അമേരിക്ക ഈ വിഷയങ്ങളിൽ നിലവിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ട്രംപ് ദുർബലനായിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് ഈ കാര്യത്തിൽ മനസ്സിലാവുന്നത്. പിന്നെ മറ്റൊരു കാര്യം പൊതുവെ നോക്കുമ്പോൾ നമുക്ക് തോന്നും ഹോർമുസ് എന്നുള്ളത് അതൊരു ലോക സമ്പദ് വ്യവസ്ഥയുടെ തന്നെ ഒരു ആണിക്കല്ലായി മാറുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ മനസ്സിലാവുന്നത്. ഇതൊരു വൈറ്റൽ പോയിൻ്റാണ് എന്നുള്ളത് ആദ്യം തിരിച്ചറിയുന്നത് ഇറാൻ തന്നെയാണ്. കാരണം ഇറാൻ അതിൻ്റെ വടക്കുഭാഗവും ഒമാൻ അതിൻ്റെ തെക്കുഭാഗവുമാണല്ലോ ഇതിൻ്റെ അതിർത്തി പങ്കിടുന്നത്. ഇത് ഒരു പ്രേക്ഷകരുടെ അറിവിലേക്കായി ഇതൊരു 167 കിലോമീറ്റർ നീളത്തിൽ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു ഭാഗമാണല്ലോ ഈ ഹോർമുസ് കടലിടുക്ക് എന്നുള്ളത്. അതിൽ വലിയ വീതി കൂടിയ ഭാഗം 96 കിലോമീറ്ററും വീതി കുറഞ്ഞ ഭാഗം 33. ഇതൊരു 2 വരി പാതയായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതിൽ യുദ്ധം വരുന്ന ഈ സാഹചര്യത്തിൽ ഇറാൻ അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതോടുകൂടി യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ ഉള്ളതിനേക്കാൾ അവർ ജിയോ പൊളിറ്റിക്കലി ഭയങ്കര ശക്തി ആർജിച്ച നിലയാണ് നിലവിൽ നമ്മൾക്ക് മനസ്സിലാവുന്നത്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല സത്യത്തിൽ ഇറാൻ്റെ ഒരു സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. പക്ഷെ നിലവിൽ ഇവിടെ ഒരു നിയന്ത്രണം അവർ ഏർപ്പെടുത്തിയോടുകൂടി അവർ ഈ ഘട്ടത്തിൽ ഈ നിലയിലേക്ക് കൂടി അവർ ഉയർന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ മറ്റൊരു കാര്യം, ട്രംപ് ആത്യന്തികമായ ഒരു ബിസിനസ്സുകാരനാണല്ലോ. അതേ മൈൻഡിലാണ് ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം കാണുന്നത്. ബിസിനസ്സിൽ ചിലപ്പോൾ വലിയ ഉയർച്ചയും വലിയ താഴ്ചയും ഒറ്റയടിക്ക്, ഇതെല്ലാം വളരെ പെട്ടെന്ന് നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരു ബിസിനസ് ഡീൽ അങ്ങ് ക്ലോസ് ചെയ്ത് കളയാം എന്ന നിലയ്ക്കോ മറ്റോ ആണ് ഇസ്രായേലിനെയും കൂട്ടി ഇവിടെ ഒരു യുദ്ധത്തിന് പോകുന്നത്. പക്ഷെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് നിലവിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യത്തിൽ മനസ്സിലാവുന്നത്. അപ്പോൾ അതായത് ഈ ഹോർമൂസ് എന്ന് പറയുന്നത് സത്യത്തിൽ ഹോർമൂസ് വഴി ഈ ഗൾഫ് രാജ്യങ്ങളെ, യൂറോപ്യൻ യൂണിയനെ, അതുമാത്രമല്ല സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളെയൊക്കെ നിയന്ത്രിക്കാവുന്ന ഒരു സ്ഥിതി നിലവിൽ ഇറാന് കൈവന്നിട്ടുണ്ട്. അത് പൂർണ്ണ അർത്ഥത്തിലല്ല, മറ്റൊരർത്ഥത്തിൽ ഹോർമൂസിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് മതി. അതുകൊണ്ട് തന്നെ, കാരണം നേരത്തെ തന്നെ സനീഷ് ഇത് പറഞ്ഞു, 20% ലോകത്തെ തന്നെ എണ്ണ വിതരണം ഇതുവഴിയാണല്ലോ നടക്കുന്നത്. അതൊരു വലിയ വിഷയമാണ് നിലവിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ. അതുകൊണ്ട് ഇവിടെ അത് മാത്രമല്ല, ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള എണ്ണ വിതരണത്തിൻ്റെയും 84%, മറ്റ് LNG വിതരണത്തിൻ്റെ 83% ഒക്കെ ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതൊരു വിഷയമാണ്. അപ്പോൾ ഇത് നേരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇറാൻ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ ഒടുവിൽ ഈ ഒരു ഘട്ടത്തിൽ എങ്കിൽ ഞങ്ങളും ഉപരോധം ഏർപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അതിനെ വലിയ രീതിയിൽ പ്രകീർത്തിച്ചൊക്കെ കാണുന്ന ആളുകളുണ്ട്. പ്രഖ്യാപനം നടത്തുന്ന രീതിയിൽ വരുന്നു, ഉപരോധം ഏർപ്പെടുത്തുന്നു. ഇപ്പോൾ ഒരു ഗോളി പോസ്റ്റിൽ 2 ഗോളി, ഓൾറെഡി ഒരു ഗോളി അവരുണ്ട്, ഇത് പിടിക്കുവാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ടല്ലോ. 2 ഗോളി, ഈ ഡ്യൂപ്ലിക്കേറ്റ് ഗോളിയാണ് ഇപ്പോൾ മറികടന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ചൈന കപ്പൽ അതിലൂടെ 3 എണ്ണം, ഒന്നല്ല, അതിൽ 2 കപ്പലുകൾക്ക് ഈ ഉപരോധം ഏർപ്പെടുത്തിയ കപ്പലുകളുടെ ലിസ്റ്റിലുള്ളതാണ്. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ കപ്പലുകളുടെ ലിസ്റ്റിലുള്ളതാണ് 2 കപ്പലുകൾ ഈസിയായി കടന്നു പോയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വീണ്ടും ഒരു വിദേശകാര്യ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളരെ ദൂരെ നിന്ന് നോക്കിക്കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് വീണ്ടും മനസ്സിലാവുന്നു, ഞാൻ സാഹുത നിരീക്ഷിക്കണം, ഒരു ജിയോ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ഇവിടെ നടക്കുന്നുണ്ടോ. കാരണം ചൈന ഈ ഘട്ടത്തിൽ മറ്റൊരു നിലപാടെടുത്ത് മുന്നോട്ട് വരികയാണ്. അത് ഇറാൻ അനുകൂല നിലപാടാണെന്ന് നമ്മൾക്കങ്ങനെ മനസ്സിലാവും. പാകിസ്ഥാൻ ഈ ചിത്രത്തിലേക്ക് വരികയാണ്, അവർ ഒരു മീഡിയേറ്റർ ആവുകയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ അത്തരത്തിലൊരു ഷിഫ്റ്റ് പോലും ചിലപ്പോൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് പറയില്ല. നമ്മൾക്ക് വരും ദിവസങ്ങളിലേ അത് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സത്യത്തിൽ ഇത് അമേരിക്ക വടി കൊടുത്ത് അടി വാങ്ങുക തന്നെയായിരുന്നല്ലോ. കാരണം ഒബാമ സർക്കാരിൻ്റെ കാലത്ത് തന്നെ നമ്മൾ വായിച്ചറിഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ 2015 അവരൊരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. സത്യത്തിൽ ഞങ്ങൾ ആണവായുധം നിർമ്മിക്കുന്നില്ല, ഞങ്ങൾ ഈ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് നമ്മുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നൊക്കെ അന്നേ അവർ പറഞ്ഞിരുന്നതാണ്. അതായത്
ആണവായുധ നിർമ്മാണം എന്നുള്ള കാര്യത്തിൽ നിന്ന് അവർ അങ്ങനെയില്ല, പ്രത്യക്ഷത്തിലേക്ക് ഞങ്ങളില്ല എന്ന നിലക്ക് പറഞ്ഞിരുന്നത്. പക്ഷേ ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി അത് 4 മടക്കി പോക്കറ്റിലിട്ടോ എന്ന് പറയുകയും അതങ്ങ് മുടക്കുകയാണ് ചെയ്തത്. അതിനുശേഷമുള്ള ചർച്ചകളിൽ പോലും ഇറാൻ ഇത്തരത്തിലൊരു കരാറിൽ ഏർപ്പെടാനും സന്നദ്ധരായിരുന്നു. ആ ചർച്ചയൊക്കെ അലസിപ്പിരിഞ്ഞ് ഉടൻ തന്നെ ഇതൊരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള കൊടും വാശി ഉണ്ടായിരുന്നത് ഇസ്രായേലിനും US-നും മാത്രമായിരുന്നു. അതിൽ US ആണ് അതിന് ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ മുമ്പ് ഇത്തരത്തിൽ സമാധാനപരമായി അല്ലെങ്കിൽ എന്തിനോ, അതായത് പ്രത്യേകിച്ച് പ്രകോപനമൊന്നും ഇല്ലാതെ തന്നെ ഒരു പരമാധികാര രാഷ്ട്രത്തിലേക്ക് കടന്നു ചെന്ന് ഇവർ ഒരു വടി അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു. അതിനുശേഷം US മാത്രമല്ല ബാക്കി എല്ലാ ലോകരാജ്യങ്ങൾക്കും അതുവഴി ഒരു കാര്യവുമില്ലാതെ അടിമേടിക്കേണ്ട ഒരു ഗതികേടാണുള്ളത്. നമ്മളിവിടെ ഇരിക്കുന്ന മലയാളി വിചാരിച്ചോ നമ്മുടെ അരി വേവില്ല, ഹോർമൂസ് അവിടെ അവർ നിയന്ത്രണം ഏർപ്പെടുത്തിയതുകൊണ്ട് ഇവിടെ അരി വേവാത്തൊരു സ്ഥിതി ഉണ്ടാവുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? ഈ കൊച്ചിയിൽ എന്തോരം ഹോട്ടലുകളാണ് അടഞ്ഞു കിടക്കുന്നത്, നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ഇത്? പക്ഷെ ആ രീതിയിലേക്ക് ഇവർ കൊടുത്തൊരു വടി കാരണം നമ്മളെല്ലാവരും അടിമേടിക്കുകയാണ്. ആ നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ട്രംപിന് ഇത് ശരിക്കും കൈപൊള്ളിയ ഒരു അവസ്ഥ തന്നെയാണ്. അവർ നയപരമായി ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നു. അമേരിക്ക എന്നുള്ളൊരു രാജ്യം അവർ കാത്തു സൂക്ഷിക്കുന്ന, അവർ തന്നെ ഊറ്റം കൊള്ളുന്ന ഒരു പവറുണ്ട്. അത്തരം പവറുകളെല്ലാം നിലവിൽ ഇദ്ദേഹം വന്നതോടുകൂടി അപ്രസക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒരു ജിയോ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് കൂടി ഈ ഘട്ടത്തിൽ ചിലപ്പോൾ വന്ന് ഭവിച്ചേക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ട് കാര്യം പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ശത്രുക്കൾ ഒരു തെറ്റായ നീക്കം നടത്തുന്നത് നിലവിൽ ഇവരടക്കം, ഇറാൻ അടക്കം നിന്നുകൊണ്ട് കാണുകയാണ്. ഞങ്ങളുടെ ഉപാധികൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് അതിൽ പ്രത്യേകിച്ച് മസിൽ പിടുത്തത്തിന് പോലും പോയിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ ഉപാധികൾ. ഇനി 2ാം ചർച്ച നടക്കട്ടെ. വീണ്ടും 2ാം ചർച്ച നടക്കുമ്പോൾ ഈ ഇല്ലാതാക്കിയ ഭരണകൂടവുമായാണ് വീണ്ടും ചർച്ച നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും അത് നോക്കിക്കാണുകയാണ്. ഈ പതനം എങ്ങനെ പൂർണ്ണമാകും, അല്ലെങ്കിൽ ഇതൊരു പതനമാണോ തോൽവിയാണോ, ഇനി എന്താണ് ആ സമവായം വരുന്നതെന്നറിയില്ല. അപ്പോഴും ട്രൂത്ത് സോഷ്യലിൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റുകൾ പങ്കുവെച്ച് ട്രംപ് സ്വന്തമായി ഒരു സന്തോഷം കണ്ടെത്തുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മുറിപ്പെടുത്തുന്നവരെ സുഖപ്പെടുത്തുന്ന ചിത്രമാണല്ലോ പങ്കെടുത്തത്. അത് അദ്ദേഹം അങ്ങനെയാണോ ധരിക്കുന്നത് എന്നറിയില്ല. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ പോലും നമുക്ക് ആർക്കും എത്തിപ്പിടിക്കാനോ മനസ്സിലാക്കാനോ കഴിയുന്നില്ല. നമ്മുടെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും പെരുമാറാത്ത വിധത്തിലാണ് ഈ ചങ്ങാതി പെരുമാറുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇതുവരെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുന്നത്. അമേരിക്ക ഇപ്പോൾ തന്നെ തോറ്റില്ലേ? ഇപ്പോൾ ശ്യാമിലി നമ്മൾ പറഞ്ഞ പോലെ ഈ ഹോർമുസിനകത്ത് ഞങ്ങളിതാ തടസ്സം വെച്ചിരിക്കുകയാണ്, ഇനി ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് അമേരിക്ക പറഞ്ഞതിൻ്റെ പിന്നാലെ കൂളായിട്ട് 3 ചൈനീസ് കപ്പൽ പോയാൽ അതിനർത്ഥം അമേരിക്ക പരാജയപ്പെട്ടു എന്നാണ്. അതായത് റഷ്യ ഉണ്ടായിരുന്നപ്പോൾ റഷ്യ, സോവിയറ്റ് റഷ്യ ഉണ്ടായിരുന്നപ്പോൾ സോവിയറ്റ് റഷ്യയും ഈ അമേരിക്കയും തമ്മിലുള്ള ബ്ലോക്കായിരുന്നു. അത് തമ്മിൽ വൻ പോരാട്ടമായിരുന്നു. ചന്ദ്രനിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങും. എന്ന് വെച്ചാൽ ബഹിരാകാശ സംഗതികൾ പോലും മത്സരിച്ച് നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് അമേരിക്ക ഒരിക്കലും തോൽക്കാൻ തയ്യാറായില്ല. അപ്പോൾ റഷ്യ കഴിഞ്ഞിട്ട് ചൈനയാണ് അതിൻ്റെ ഇവരുടെ ഒരു പ്രത്യയശാസ്ത്ര എതിരാളി കൂടിയാണല്ലോ റഷ്യയും ചൈനയൊക്കെ അടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് സംഗതികൾ. അപ്പോൾ ചൈനയാണ് ഇവരുടെ എതിരാളികളായിട്ട് വരിക എന്ന ഡിസ്റ്റൻ്റായിട്ട്. ഇപ്പോൾ പഴയ പോലെ റഷ്യ അമേരിക്ക ഈ ദ്വിലോകമായിട്ട് അങ്ങനെ നിൽക്കുന്നില്ല, ഇരുമുഖ സംഗതികളായിട്ട് നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെയും ചൈന എപ്പോഴും ഇവർക്ക് തെറ്റാണ്. ആ നിലക്ക് നിൽക്കുമ്പോൾ ചൈന ഇവരുടെ വിലക്കിനെ ലംഘിച്ച് കൂളായിട്ട് 3 കപ്പൽ അതിനകത്തൂടെ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ തന്നെ അമേരിക്ക തോറ്റു കഴിഞ്ഞു. എന്നുവെച്ചാൽ അമേരിക്കയെ പതിറ്റാണ്ടുകൾക്കിടയിൽ ഇങ്ങനെ തോൽപ്പിച്ച മറ്റൊരു പ്രസിഡന്റ് ഇല്ല എന്നുകൂടെ കാണാം. അത് ശ്യാമിലി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതിനകത്തുള്ള ഈ ഒരു പഞ്ചായത്ത് മെമ്പർക്കുള്ള രാഷ്ട്രീയ ധാരണ പോലും അല്ലെങ്കിൽ അതിനുള്ള നയതന്ത്ര ശേഷി പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഇയാൾ എന്ന തോന്നലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന അയാളുടെ ട്രൂത്ത് സോഷ്യലിലൊക്കെ ഈ പറയുന്ന പിന്നീട് പിൻവലിക്കേണ്ടുന്ന വിധം പരിഹാസ്യമായിട്ടുള്ള കാർഡുകളൊക്കെ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും 21 മണിക്കൂർ നീണ്ട 5 റൗണ്ട് ചർച്ചകളാണ് പാകിസ്ഥാനിൽ വെച്ച് ഇറാനും അമേരിക്കയും തമ്മിൽ നടന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ കാര്യത്തിലും ആണവ വിഷയത്തിലും വെടിനിർത്തൽ ചർച്ചയിൽ ഒരു തീരുമാനത്തിലെത്താൻ ഇരു രാജ്യങ്ങൾക്കും സാധിച്ചില്ല. ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ നടപടിയെ ചോദ്യം ചെയ്തത് നാറ്റോ രാജ്യങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. അമേരിക്കയുടെ എല്ലാ ഉപരോധവും ലംഘിച്ച് ചൈനയും ശക്തമായ നിലപാട് സ്വീകരിച്ചു. കൂടാതെ ഇറാനെതിരെ US-ഉം ഇസ്രായേലും തുടങ്ങിയ യുദ്ധത്തിനെതിരെ പോപ്പ് ലിയോ 14 എടുത്ത നിലപാട് ശ്രദ്ധേയവും ധാർമ്മികവും അഭിനന്ദനാർഹവുമാണ്. കർത്താവിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ ഈ യുദ്ധം ചെയ്യേണ്ട എന്ന ശക്തമായ നിലപാടാണ് ലിയോ 14 മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നത്. ലോകം മുഴുവനുമുള്ള മനുഷ്യർ ട്രംപിനെതിരെയും നെതന്യാഹുവിനെതിരെയും യുദ്ധവിരുദ്ധ നിലപാടെടുത്ത് നിൽക്കുന്നത് പ്രതീക്ഷ നൽകുന്ന കാര്യവുമാണ്.